എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. രേഖാചിത്രം. രേഖാചിത്രം എന്നുള്ളത് ഒന്ന് മാറ്റി എഴുതുകയാണ്. ഒരു രേഖാചിത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥാപാത്രത്തിന് വേണ്ടി കൊടുത്ത ഒരു സിനിമ. ആ ക്യാരക്ടർ നമ്മളങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടേ ശരിക്കും ആൾക്കൊരു ചിത്രം വേണമായിരുന്നു എന്നുള്ളത് ആഗ്രഹിച്ചിട്ടുള്ള ഒരു പേര്. അതാണ് സൂപ്പർ സാധനം കേട്ടോ. ഒരു രക്ഷയിലാട്ടോ, ഗംഭീര സിനിമ. ആയി ഇനി അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി സിനിമയെ കുറിച്ച് പറഞ്ഞാൽ അതെ, അത്രയ്ക്കും എന്താ പറയാ, സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് ഒരൊറ്റ ചോദിക്കാനുള്ളൂ, എന്തെങ്കിലും ഒരു നെഗറ്റീവ് സിനിമക്ക് ഉണ്ടോ? ഞങ്ങൾ കണ്ടിടത്തോളം വെച്ചിട്ട് ഒരു നെഗറ്റീവും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. സത്യം പറയാം. അതായത് എന്തെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലെങ്കിലും നമ്മൾ അത് ശരിയായില്ല, അത് പ്രശ്നമാണല്ലോ എന്ന് നമുക്ക് തോന്നും, എത്ര നല്ല സിനിമയാണെങ്കിൽ പോലും. ഇതിൽ ഒരു നെഗറ്റീവ് തോന്നിയിട്ടില്ല സത്യമായിട്ടും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആസിഫ് അലി. ആസിഫ് അലിക്ക് ഇങ്ങനത്തെ ഒരു പോലീസ് വേഷം കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ ആസിഫ് അലിന്റെ സിനിമകളുടെ പോലീസ് വേഷം ചെയ്തിട്ടുള്ള സിനിമകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ശരിക്കും ഒരു പോലീസുകാരനായിട്ട് അങ്ങ് മാറുന്ന പോലെ അത് ഇതിലും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ഈ ക്യാരക്ടറായി മാറിക്കഴിഞ്ഞാൽ, പോലീസുകാരനായിട്ട് ആസിഫ് അലി മാറിക്കഴിഞ്ഞാൽ ആൾക്ക് പറ്റിയൊരു പേര് അത് കൂമൻ എന്നുള്ളതാണ്. സത്യം. അതായത് ഒരാളെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ സത്യമാണ് കേൾക്കുന്നത്, പക്ഷെ എങ്കിലും അതിലെന്തോ ഒന്നുണ്ട് എന്ന് ഒരു പോലീസുകാരൻ്റെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യും. ആ സാധനം നമുക്ക് കറക്റ്റ് ആസിഫ് അലിയുടെ അഭിനയത്തിൽ കാണാം. ഇത് നമുക്ക് പല സിനിമയിലും ആസിഫ് അലി പോലീസുകാരനായിട്ട് വന്നിട്ടുള്ള സിനിമകളിലൊക്കെ ഉള്ള സാധനം അത്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു പോലീസുകാരന്റെ ചിന്താഗതി തന്നെയാണ്. ഏതൊരു പോലീസുകാരൻ്റെ അടുത്ത് പോയിട്ട് നമ്മളൊരു സത്യം പറയുകയാണെങ്കിലും അയാളത് 100% അത് വിശ്വസിച്ചിട്ടായിരിക്കില്ല അത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സംഭവം ഉണ്ട്, അത് കറക്റ്റായിട്ട് ആസിഫ് അലി ചെയ്യും. അത് വിശ്വസിക്കൂല എന്ന് മാത്രമല്ല, ഈ കേൾക്കുന്നത് വിശ്വസിക്കാതിരിക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത്, അതായത് ആളെ കൺഫ്യൂസ്ഡ് ആക്കുക. ശരിക്കും അത് ആ മുഖത്തുണ്ടാവും. ശരിക്ക് ആസിഫ് അലി നായകനായിട്ടില്ലെങ്കിൽ, ഒരു നടനായിട്ടില്ലെങ്കിൽ ഒരു പോലീസുകാരനാവാൻ സത്യമായിട്ടോ അത്രയ്ക്കും ആൾക്ക് ചേരും പോലീസ് വേഷങ്ങൾ. അത് നമുക്ക് ഇതിനകത്തും വീണ്ടും തെളിഞ്ഞു വിട്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ അനശ്വര സൂപ്പർ അടിപൊളിയായിട്ട് ആൾ പെർഫോം ചെയ്തിട്ടുണ്ട്. ശരിക്കും നേര് എന്ന സിനിമയ്ക്ക് ശേഷം ആളുടെ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. സത്യം, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടർ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറോട് ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടം നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ചില സമയത്ത് നമുക്ക് ആൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പോയതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നും, അവരങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു സാധനം നമ്മുടെ ഉള്ളിലൂടെ തരുന്നത്. അത്രയ്ക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടർ അടിപൊളിയായിട്ട് തന്നെ അത് പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ആരോപിച്ചതെല്ലാം മാറ്റി വെച്ചിട്ടേ തെളിയിക്കൂ, ആ നല്ല ആളാണ് എന്ന് തെളിയിക്കൂ എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് തോന്നുന്നുണ്ട്. അത് ആ ക്യാരക്ടറിനോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ. എന്തായാലും ഒരു ഗംഭീരമായ സ്ക്രിപ്റ്റിൽ വളരെ മികച്ച സംവിധാനത്തിൽ പുറത്തു വന്നൊരു സിനിമ, നല്ല കിടിലം പെർഫോമൻസ്, ഒരുപാട് ആൾക്കാരുടെ ബെസ്റ്റ് പെർഫോമൻസ്, ഏറ്റവും നല്ല കാസ്റ്റിങ്ങിൽ വന്ന സിനിമ. ഒരൊറ്റ കാസ്റ്റിങ്ങിൽ മാത്രമാണ് നമുക്കൊരു ചെറുതായിട്ട്, അതായത് നെഗറ്റീവ് പറയണം എന്നുള്ളത് കൊണ്ട് മാത്രം കണ്ടുപിടിച്ച് പറയണം. അതായത് സായികുമാർ ചെയ്ത കഥാപാത്രം അത് നമുക്ക് കറക്റ്റ് ഇതിനു മുൻപ് പല സിനിമകളിലും, അതായത് വമ്പൻ ഹിറ്റായ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് സിനിമയായിട്ടുള്ള ഒരു സിനിമയിലെ ക്യാരക്ടറൊക്കെ ആയിട്ട് ഇതേ സംഭവം ഒരു മാച്ച് ഉണ്ട്. ഇങ്ങനത്തെ ഒരു സംഭവം സ്ഥിരം, അതായത് സായികുമാർ അടുത്ത് കുറച്ച് ചെയ്തിട്ടുള്ള സെയിം പാറ്റേണിലുള്ള ഒരു സംഭവം. എന്നാൽ ഇതിനപ്പുറത്തേക്ക് നമ്മൾ ഈ കാസ്റ്റിങ്ങിന്റെ കാര്യം, ഇതിന്റെ സ്ക്രിപ്റ്റിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ സ്ക്രിപ്റ്റിന്റെ കണക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, കാതോടും സിനിമേന്റെ ആ ഒരു സംഭവം വെച്ചിട്ട് നടക്കുന്ന സിനിമയാണ്. അവിടുന്ന് വേറെ സിനിമകളിലേക്കൊക്കെ കണക്ഷൻ പോകുന്നത് എന്ത് സൂപ്പറായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്, ഓരോ നടന്മാരിലേക്ക് പോകുന്നത്. അതെ, പിന്നെ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരുപാട്, അതായത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരുപാട് വലിയ മഹത് വ്യക്തികളുണ്ട്. അവരുടെയൊക്കെ മുഖം നമുക്ക് വീണ്ടും കാണാൻ പറ്റി. അതെ, അത് ഭയങ്കര സന്തോഷം കിട്ടി. ശരിക്കും ഈ 85 ആ കാലഘട്ടം കാണിക്കുന്ന സമയത്തൊക്കെ അത്രയ്ക്കും ഗംഭീരമായിട്ട് അവർ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും ശരിക്കും ആ സിനിമേന്റെ നമ്മൾ കാണുമ്പോൾ എന്താ കിട്ടുന്നത്, ആ കാലഘട്ടം തന്നെ സെയിം അവിടെ ചിത്രീകരിച്ചേക്കുക. ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും, അതായത് ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ സെറ്റ് ഇട്ടതാണ്. അതെ, ശരിക്കും ഈ ഒരു സിനിമയിൽ അത് ഫീൽ ചെയ്യുന്നില്ല. ശരിക്കും അന്നത്തെ കാലഘട്ടത്തിൽ ഉള്ള അതേ സെറ്റ് ഇന്ന് ചെയ്തതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അത്രക്ക് പെർഫെക്റ്റ് ആണ് ഇതിൻ്റെ ആർട്ടും. ഇനി എന്ത് കളർ ഗ്രേഡിങ് ആയാലും ഒക്കെ അങ്ങനെ തന്നെ
പിന്നെ മമ്മൂക്കേന്റെ ഇത് ചെയ്ത ആളാരാണെങ്കിലും പറഞ്ഞോ ഈ ആളാരാണെങ്കിലും എന്ന് പറയാൻ പറ്റുമായിരുന്നു. ഗംഭീരമായിട്ടുണ്ടെന്ന് പറയാൻ ഇത് പറയണ്ടായിരിക്കലായിരുന്നു. കുഴപ്പമില്ല, എന്തായാലും അത് വരും എന്നുള്ള കാര്യം അറിയാം. അതല്ല, നമ്മുടെ കിഴി എപ്പിസോഡും നമ്മുടെ അപ്ഡേറ്റ്സുകളും ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. നമ്മൾ ഉറപ്പിച്ചു പറഞ്ഞതാണ്, അതായത് മമ്മൂക്ക് അതിൽ AI ഉണ്ടാവുന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് ആളുടെ ക്യാരക്ടർ ഉണ്ട്, ആളെ ശരിക്കും നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളത്. അതൊന്ന് കാണേണ്ട സംഭവം തന്നെയാണ്. അത്ര ഗംഭീരമായിട്ട് അത്രയ്ക്ക് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട കുറച്ച് അഭിനയിച്ച ആൾക്കാർ തന്നെ പറഞ്ഞു. സിദ്ദീഖ് കുറച്ചുള്ളൂ, പക്ഷെ ചെയ്തിരിക്കുന്നത് എക്സ്ട്രാ. അങ്ങനെ ആളുടെ ചെറുപ്പം അതും വേറെ യൂസ് ചെയ്തിരിക്കുന്നത് ശരിക്ക്. അരിശ്രീ അശോകന്റെ ക്യാരക്ടർ അടിപൊളി ചെയ്തിട്ടുണ്ട്. ഒരു വേറിട്ടൊരു അഭിനയം നമുക്ക് ഫീൽ ചെയ്തു, സാധാരണ രീതിയിൽ നിന്ന് മാറി. അപ്പോൾ ഈ അരിശ്രീ അശോകന്റെ ക്യാരക്ടർ ശരിക്ക് അവിടെ കൊണ്ടുപോയിട്ട് വെച്ചിരുന്നെങ്കിൽ അർജുന അശോകന്റെ ക്യാരക്ടറിനെ അവിടെ ഒരു ചാൻസ് കിട്ടിയത്. അതായത് എല്ലാം സൂപ്പർ. പിന്നെ നമ്മുടെ TJ രവി ചെയ്ത ക്യാരക്ടറിന്റെ സമയത്ത് ആളുടെ മകന്റെ അങ്ങനെ കണക്ഷൻ, അതാ ഞാൻ പറഞ്ഞ കാസ്റ്റിംഗിലാണെങ്കിലും ഗംഭീരം. പിന്നെ നമുക്ക് ജഗദീഷിന്റെ ചെറുപ്പം കാണിക്കുന്ന സമയത്ത് ഓസ്ലറിൽ ജഗദീഷിനെ ചെയ്ത ആള്. പിന്നെ എന്താ പറയാ, പല കാമിയോസും ഉണ്ട് കേട്ടോ. കുഞ്ചാക്കോ ബോബൻ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതൊക്കെ ഒരുപാട് പ്രതീക്ഷിക്കരുത്. അതെ, ഓവറായിട്ട് ജസ്റ്റ് കാമിയോ അത്ര അങ്ങനെ വന്ന് പിന്നി പോകുന്നു. അതായത് ശരിയായ രീതിയിലുള്ള കാമിയോ ഒന്നും പറയാൻ പറ്റില്ല. അതുമില്ല. പിന്നെ ഉണ്ട്, പിന്നെ ഇന്ദ്രൻ ചേട്ടൻ, എന്റെ അമ്മോ പെർഫോമൻസ്. അയാളൊക്കെ 5 മിനിറ്റ് കൊടുത്താ അയാൾ ചെയ്യുന്ന ഓരോ സംഭവങ്ങളും ഞെട്ടിച്ചുകൊണ്ടിരിക്കും. അതായത് ഈ കഥ പണ്ട് നടന്നൊരു സംഭവം അത് വിവരിക്കുന്ന രീതിയിൽ ഒരു പ്രത്യേക കഴിവ് വേണം. അത് അപാരാണ്. എന്ത് കൂളായിട്ട്, എന്നാൽ അത് നമുക്ക് എത്രത്തോളം വലിയൊരു എഫക്റ്റ് ഉണ്ടാക്കാന്നറിയോ പറയുന്ന രീതിയിൽ. അത് ഭയങ്കര. പിന്നെ വേറൊരു കാര്യം കൂടി അതിനകത്ത് ആളോട് ചോദിക്കുന്ന സമയത്ത് ആൾ അതിന് കൊടുക്കുന്ന മറുപടി എന്താ സിമ്പിൾ ആയിട്ട് ആ സാധനം ചെയ്തു പോയേക്കുന്നത്. അത്ര ഗംഭീരമായിട്ട് പെർഫോമൻസ് ബേസ് എടുത്ത് നോക്കിയാലും കിടിലൻ പെർഫോമൻസ് ആണ് എല്ലാവരുടെയും. സ്ക്രിപ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും ഡയറക്ഷന്റെ കാര്യത്തിലാണെങ്കിലും ഇനി BGM, സോങ് എല്ലാം കൊണ്ട് ഒരു പെർഫെക്റ്റ് ഒരു പാക്കേജ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സാധനം. ശരിക്കും ആസിഫ് അലിയുടെ ബെസ്റ്റാണ് ഓരോ സമയങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ആളുടെ വന്നിരിക്കുന്ന സിനിമ കിഷ്കിന്ദാകാണ്ടാണ്. അതും വളരെ മികച്ച അഭിപ്രായം നേടിയ സിനിമയാണ്. ഇപ്പോൾ അതിനുശേഷം അടുത്തൊരു സിനിമ, ഗംഭീര സിനിമ, അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ, സൂപ്പർ സിനിമയാണ്. എന്താണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സാധനമാണ്, മേക്കിംഗ് കൊണ്ടും എല്ലാം കൊണ്ടും. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം, പോയി കണ്ടിട്ട്. മനോജ് പറയേണ്ടതാണ്. അമ്പോ, ഞാൻ 2 പേരിൽ നിർത്തിയായിരുന്നു, കുറെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആട്ടം സിനിമയിലെ നായിക ഗംഭീരം. പെർഫോമൻസ് ഒക്കെ ഉണ്ടല്ലോ. ഒരു സമയത്ത് ഞാൻ കിളി പോയി ഒറ്റ പോക്കില്. അത് ഒരൊന്നര സാധനമാണ്. അത് നീ പ്രതീക്ഷിച്ചില്ല. ഞാൻ അങ്ങനത്തെ ഒരു സാധനം നമ്മൾ മൈൻഡിൽ വെച്ചിട്ടില്ല. പക്ഷെ ഇത് ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതായത് നമ്മളിങ്ങനെ മിസ്റ്ററി ഇങ്ങനെ പൊളിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ രീതിയിലാണ് ഇത്. അല്ലാതെ ഭയങ്കര സസ്പെൻസ് നിലനിർത്തിയിട്ട് നമ്മളിങ്ങനെ സീറ്റ് അടിച്ച് ത്രില്ലറല്ല. എന്നാൽ ഇതിൻ്റെ മൂഡ്, പിന്നെ ഇതിൻ്റെ ആ ഒരു ഇത് അതിനുള്ളിലേക്ക് നമ്മൾ ഓപ്പണായിട്ട് അങ്ങ് കയറുകയാണ്. ഫസ്റ്റ് തുടക്കത്തിലേക്ക് കയറും, പിന്നെ നമ്മൾ ഒരിക്കലും ഇറങ്ങുന്നില്ല. മാത്രമല്ല ഓരോന്നിനും നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ, അത് ഭീകരമാണ്. സാധാരണ നമ്മൾ സിനിമ കണ്ടിട്ട് സിനിമേൻ്റെ ഇത് പറയുന്ന സമയത്ത് പറയാറുണ്ട് ഒരു കയറ്റി ഇറക്കം ഉണ്ടെന്ന് സിനിമയ്ക്ക്. പക്ഷേ ഇതിന് ആ ഒരു സംഭവം കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ ഏത് മൂഡിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റിയിട്ടുണ്ട് അവർക്ക്. പിന്നെ ഭയങ്കരമായിട്ടുള്ള ട്വിസ്റ്റ് കൊടുത്തിട്ടുള്ള പരിപാടി ഒന്നും അല്ല, അങ്ങനെ ഒന്നുമില്ല. ശരിക്കും ഈ പേര് മറ്റൊരു രീതിയിൽ കൂടി നമുക്ക് പറയാം, രേഖയുടെ ചിത്രം തെളിഞ്ഞു വരുന്നതാണ്. ഗംഭീരമാണ്. ഇവര് സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാട്ടോ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകൾ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം ഇതിനകത്തൊക്കെ ഉള്ള കണക്ഷൻ എന്ത് വരുന്നു, ഓരോ പോസ്റ്ററും അറിഞ്ഞ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. യെസ്, അത്ര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. നമ്മുടെ റേറ്റിംഗിലേക്ക് പോവാം. 8.5 ഔട്ട് ഓഫ് 10. യെസ്, എന്താണെങ്കിലും പോയി കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഞങ്ങൾ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.